മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കളിത്തോഴൻ എന്ന സിനിമയിലെ വളരെ പ്രശസ്തമായ ഗാനം സിനിമയിൽ താനാണ് പാടുന്നത് എന്നറിയാതെ ഗായകൻ ഒറിജിനൽ പാടിയ പാട്ടായിരുന്നു അത്. നമ്മുടെയെല്ലാം പ്രിയങ്കരനായ യശശരീരനായ പി ജയചന്ദ്രനായിരുന്നു ആ ഗായകൻ. സംഗീതം ദേവരാജൻ മാഷ്. ഈ പാട്ടാണ് ജയചന്ദ്രൻ്റെതായി ആദ്യം പുറത്തു വരുന്നത്. ആദ്യം പാടിയത് ചിദംബരനാഥിൻ്റെ സംഗീതത്തിൽ കുഞ്ഞാലി മരയ്ക്കാർ എന്ന ചിത്രത്തിലായിരുന്നുവെങ്കിലും കളിത്തോഴനാണ് ആദ്യം റിലീസായത്. അങ്ങനെ നോക്കുമ്പോൾ ജയചന്ദ്രൻ്റെ ആദ്യത്തെ പാട്ട് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി തന്നെയാണ്. മദ്രാസിൽ ജോലി തേടി അലഞ്ഞു നടക്കുമ്പോൾ ഒരു ഗാനമേളയിൽ പാടിയതാണ് ജയചന്ദ്രൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. യേശുദാസ് പാടിയ ചൊട്ട മുതൽ ചുടല വരെ എന്ന പാട്ടായിരുന്നു ജയചന്ദ്രൻ പാടിയത്. സദസ്സിലുണ്ടായിരുന്ന നിർമ്മാതാവ് ശോഭന പരമേശ്വരൻ നായർക്കും ഛായാഗ്രഹകൻ എ വിൻസെന്റിനും പാട്ടിഷ്ടമായി. അങ്ങനെയാണ് കുഞ്ഞാലി മരയ്ക്കാർ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ 2 പാട്ടുകൾ പാടിയത്. അവർ തന്നെയായിരുന്നു കളിത്തോഴനിലേക്കും ജയചന്ദ്രനെ പരിചയപ്പെടുത്തിയത്. ശാസ്ത്രീയമായി കർണാടക സംഗീതം അഭ്യസിച്ചിട്ടില്ലാത്ത ജയചന്ദ്രനെ ദേവരാജൻ മാഷ് പാട്ടുകൾ പാടി പഠിപ്പിക്കുകയായിരുന്നു. 2 പാട്ടുകളായിരുന്നു പഠിപ്പിച്ചത്. ഒന്ന് താരുണ്യം തന്നെ താമരപ്പൂവനത്തിൽ എന്ന പാട്ടും മറ്റേത് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിയും. ഹാർമോണിയം വായിച്ചത് പ്രശസ്തനായ RK ശേഖർ, അതെ AR റഹ്മാന്റെ അച്ഛൻ. ഇതിൽ മഞ്ഞലയിൽ പാടേണ്ടത് യേശുദാസ് ആണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. അത് വെറുതെ പാടി പരിശീലിച്ചാൽ മതിയെന്നായിരുന്നു ദേവരാജൻ മാസ്റ്റർ പറഞ്ഞത്. എന്തായാലും 2 പാട്ടും ജയചന്ദ്രൻ പാടി പഠിക്കുകയും ചെയ്തു. അങ്ങനെ റിഹേഴ്സലെല്ലാം കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ കയറി. താരുണ്യം തന്നെ എന്ന പാട്ട് പാടാൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു. ജയചന്ദ്രൻ പാടി. അത് കഴിഞ്ഞപ്പോൾ മഞ്ഞലയിൽ പാടാൻ ആവശ്യപ്പെട്ടു. ആദ്യത്തേത് അല്പം ടെൻഷനിലായിരുന്നു ജയചന്ദ്രൻ പാടിയത്. എന്നാൽ ഇതൊരു ടെൻഷനുമില്ലായിരുന്നു. കാരണം ഇത് യേശുദാസ് പിന്നീട് പാടാനുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനുമില്ലാതെ ജയചന്ദ്രൻ മഞ്ഞലയിൽ പാടി തീർത്തു. ഒന്ന് മൂടിയിട്ട് ദേവരാജൻ മാസ്റ്റർ സ്റ്റുഡിയോയിൽ നിന്ന് പോവുകയും ചെയ്തു. സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങാൻ നേരമാണ് സിനിമയുടെ സംവിധായകൻ M കൃഷ്ണൻ നായരെ ജയചന്ദ്രൻ കണ്ടത്. അല്ല ചേട്ടാ, ഈ പാട്ട് യേശുദാസ് പാടേണ്ടതല്ലേ, പിന്നെ എന്താണ് എന്നെ കൊണ്ട് പാടിച്ചത് എന്ന് ജയചന്ദ്രന്റെ ചോദ്യം. കൃഷ്ണൻ നായർക്ക് ഒന്നും മനസ്സിലായില്ല. ജയചന്ദ്രൻ കാര്യം വിശദീകരിച്ചതോടെ കൃഷ്ണൻ നായർ പൊട്ടിച്ചിരിച്ചു. എടാ, അത് ദേവരാജൻ മാസ്റ്റർ നിനക്ക് വേണ്ടി തന്നെയാണ് ചിട്ടപ്പെടുത്തിയത്. നീ ആ ഗാനം സിനിമയ്ക്ക് വേണ്ടി മനോഹരമായി തന്നെ പാടിക്കഴിഞ്ഞു. താൻ മനസ്സുകൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു എന്നാണ് ജയചന്ദ്രൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. ഒറിജിനൽ പാടുകയാണെന്നറിയാതെ പാടിയ ആ പാട്ട് അങ്ങനെ ജയചന്ദ്രൻ്റെതായി. എക്കാലത്തെയും ഹിറ്റ് പാട്ടുകളിൽ ഒന്നാകുകയും മലയാളികൾ നെഞ്ചേറ്റുകയും ചെയ്തു. ഒന്ന് മൂളാൻ തോന്നുന്നില്ലേ? കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു. അതൊരു തുടക്കമായിരുന്നു. പിന്നെ എത്ര മനോഹര ഗാനങ്ങൾ. മലയാളിയുടെ ഭാവഗായകനായി ജയചന്ദ്രൻ മാറുകയും ചെയ്തു.